നമസ്കാരം. മിഡ് ഡേ ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ശ്രീലങ്കയിൽ വീണ്ടും അടിയന്തരാവസ്ഥ. പ്രക്ഷോഭകർക്കെതിരെ കണ്ണീർവാതകം പ്രയോഗിച്ച് സൈന്യം. സംഘർഷ മേഖലകളിൽ കർഫ്യൂവും പ്രഖ്യാപിച്ചു. ഗോതബയ മാലദ്വീപിലേക്ക് കടന്നതായി സൂചന. ഗോതബയ ഇന്ന് പ്രസിഡന്റ് സ്ഥാനം രാജിവച്ചേക്കും. കേരളത്തിന്റെ ക്രമസമാധാന നില തകർക്കാൻ ആർക്കുമാകില്ലെന്ന് മുഖ്യമന്ത്രി. BJP എപ്പോൾ വേണമെങ്കിലും കോൺഗ്രസിനെ വിഴുങ്ങും. കേരളത്തിൽ LDF ഉള്ളതിനാലാണ് UDF നിലനിൽക്കുന്നതെന്നും മുഖ്യമന്ത്രി. ദേശീയപാതാ വികസനത്തിൽ കേന്ദ്രമന്ത്രിമാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്. ഫോട്ടോ എടുക്കുന്നതിന് പകരം ദേശീയപാതയിലെ കുഴികളും കേന്ദ്രമന്ത്രിമാർ എണ്ണണമെന്ന് മന്ത്രി റിയാസ്. നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതായി സൂചന. ഫോറൻസിക് പരിശോധനാ ഫലം ക്രൈംബ്രാഞ്ചിന്. റിപ്പോർട്ട് വിചാരണ കോടതിയിൽ സമർപ്പിച്ചു. കേസ് ശനിയാഴ്ച പരിഗണിക്കും. തമിഴ്നാട്ടിലെ കുളച്ചലിൽ കണ്ടെത്തിയ മൃതദേഹം കിരണിന്റേതെന്ന് തിരിച്ചറിഞ്ഞതായി പ്രാഥമിക വിവരം. മൃതദേഹം ബന്ധുക്കളും തിരിച്ചറിഞ്ഞു. DNA പരിശോധന വേണ്ടിവരുമെന്ന് പോലീസ്. മുൻ IPS ഉദ്യോഗസ്ഥൻ സഞ്ജീവ് ഭട്ടിനെതിരെ പ്രതികാര നടപടിയുമായി ഗുജറാത്ത് സർക്കാർ. കലാപവുമായി ബന്ധപ്പെട്ട മുൻ ഗുജറാത്ത് സർക്കാരിനെതിരെ വ്യാജരേഖ ചമച്ചെന്ന ആരോപണത്തിൽ സഞ്ജീവ് ഭട്ട് അറസ്റ്റിൽ. നോക്കാം വിശദമായി. കേരളത്തിന്റെ ക്രമസമാധാന നില തകർക്കാൻ ആർക്കുമാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമാധാന അന്തരീക്ഷം തകർക്കാൻ വർഗീയ ശക്തികൾ ശ്രമിക്കുമ്പോൾ അതിലൊരു സംശയവും പ്രതിപക്ഷത്തിനില്ലാത്തത് പ്രത്യേക നില തന്നെയെന്നും മുഖ്യമന്ത്രിയുടെ വിമർശനം. LDF സർക്കാരിനെ കടന്നാക്രമിക്കാനാണ് പ്രതിപക്ഷ ശ്രമം. എന്നാൽ നിങ്ങൾ ഇങ്ങനെയെങ്കിലും കേരളത്തിൽ നിലകൊള്ളുന്നതിന് കാരണം LDFന്റെ കരുത്താണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കണ്ണൂർ ചാവശ്ശേരിയിൽ സ്ഫോടനത്തിൽ 2 പേർ മരിച്ച സംഭവമാണ് പ്രതിപക്ഷത്തു നിന്നും സണ്ണി ജോസഫ് അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നത്. എന്നാൽ പ്രമേയത്തിന്മേലുള്ള പ്രസംഗത്തിൽ ഉടനീളം രാഷ്ട്രീയ നിലപാടുകളാണ് മുടച്ചു നിന്നത്. ഇതിന്റെ പിന്നില് അതിശക്തമായിട്ടുള്ള ഗൂഢാലോചനയുണ്ട്. നേതൃത്വങ്ങളുടെ, സംഘടനകളുടെ, രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ പിൻബലമുണ്ട്. അവരുടെ ഒത്താശയിലാണ്. അവർ പണവും ആയുധങ്ങളും നൽകി സഹായിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. സംഭവത്തിൽ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ജാഗ്രതയോടെ മുമ്പോട്ട് പോകുന്നുണ്ടെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമാണെന്നും പറഞ്ഞു. സമാധാന അന്തരീക്ഷം തകർക്കാൻ വർഗീയ ശക്തികൾ ശ്രമിക്കുന്നു. ഇത് പ്രതിപക്ഷം ബോധപൂർവം മറച്ചുവെക്കാനും ശ്രമിക്കുന്നു. SDPIയെയും BJPയെയും പ്രതിപക്ഷം ഒപ്പം കൂട്ടിയ സന്ദർഭങ്ങളും മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി. BJP കോൺഗ്രസിനെ മൊത്തത്തിൽ വാരിയാലും LDF തകരില്ലെന്ന് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ ഓർമ്മപ്പെടുത്തി. ഉള്ളത് പറയുമ്പോൾ കള്ളിക്ക് തുള്ളൽ എന്ന് പറഞ്ഞിട്ടില്ലേ സാർ? അതാണിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. BJPക്ക് വാരാനാകുമെന്ന നല്ല ഉത്തമ ബോധ്യം അവർക്കുണ്ട്. പക്ഷേ നിങ്ങളെ കൂട്ടത്തോടെ വാരിയാലും ഇവിടെ ഈ കേരളത്തിൽ LDFനെ തകർക്കാനാവില്ല എന്നതാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ നിലനിൽക്കുന്നതിന് കാരണം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഏഷ്യാനെറ്റ് ന്യൂസിനെ കൂട്ടുപിടിച്ചതിനെയും മുഖ്യമന്ത്രി വിമർശിച്ചു. അദ്ദേഹത്തിന് സാക്ഷ്യമായിട്ട് അവതരിപ്പിക്കാനുള്ളത് ഏഷ്യാനെറ്റിനെയാണ്. അതും നല്ല സാക്ഷിയാണ്. കാരണം BJPയുടെ പ്രമുഖൻ നേതൃത്വം കൊടുത്തുകൊണ്ട് ആ ചാനലൊക്കെ കേരളത്തിന് സംഭാവന ചെയ്യുന്നത് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ എല്ലാ വാർത്താ മാധ്യമങ്ങളും കൂടി, വലതുപക്ഷ മാധ്യമങ്ങളാകെ കൂടി LDFനെ വല്ലാതെ അങ്ങ് കരിവാരിത്തേക്കാം എന്നുദ്ദേശിച്ചുകൊണ്ട് പുറപ്പെട്ടാൽ അത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ജനങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തോടെ സ്പീക്കർ പ്രമേയ നോട്ടീസ് തള്ളി. തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കേന്ദ്രമന്ത്രിമാരെ പരിഹസിച്ച് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്. കേന്ദ്രമന്ത്രിമാർ പണി പൂർത്തിയാകുന്ന ദേശീയപാതയ്ക്കരികെ നിന്ന് ഫോട്ടോ എടുത്താൽ മാത്രം പോരാ, കുഴിയെണ്ണണമെന്നായിരുന്നു റിയാസിന്റെ വിമർശനം. നിയമസഭയിൽ ചോദ്യോത്തര വേളയിലാണ് മന്ത്രിയുടെ വിമർശനം. ഉദ്ഘാടനം ഉറപ്പായ പദ്ധതികൾ വന്ന് ഫോട്ടോ പോസ്റ്റ് ചെയ്ത് പോകുന്നുമുണ്ട്. അത്തരം കേന്ദ്രമന്ത്രിമാരും ദേശീയപാത അതോറിറ്റി കീഴിലുള്ള റോഡുകളുടെ കുഴി എണ്ണാനും കുഴിയടക്കാനും
ഇതുപോലെ ഓരോരുത്തരും ഒരു പ്രത്യേക ചുമതല എടുത്തുകൊണ്ട് അത്രത്തോളം വരുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുന്നത് കൂടി നന്നാവും എന്നുള്ളൊരു അഭിപ്രായവും ഞങ്ങൾക്കുണ്ട്. ദേശീയപാതയിലെ കുഴികളിൽ കേന്ദ്രം ജാഗ്രത പാലിക്കണമെന്നായിരുന്നു മന്ത്രിയുടെ പരിഹാസം. ഒരു കേന്ദ്രമന്ത്രി ദിവസവും നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളുടെ എണ്ണത്തെക്കാൾ കൂടുതലാണ് കുഴികളെന്നും മന്ത്രി പരിഹസിച്ചു. കേന്ദ്രമന്ത്രിമാർ കുഴിയെണ്ണാൻ കൂടി സമയം കണ്ടെത്തണം. പലതവണ പരാതിപ്പെട്ടിട്ടും പ്രയോജനമില്ലെന്നും മന്ത്രി നിയമസഭയിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് പൊതുവെ കുഴികൾ പരിശോധിച്ചാൽ ദേശീയപാത അതോറിറ്റിക്ക് കീഴിലുള്ള റോഡുകൾ ഒരുപാട് കുഴിയുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ജനിച്ച് ഇവിടെ കളിച്ച് വളർന്ന് മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് രാജ്യസഭാംഗമായി ഇപ്പോൾ കേന്ദ്രമന്ത്രി ഒരു വ്യക്തിയുണ്ട്. ആവുന്ന നല്ല കാര്യം. അദ്ദേഹം എല്ലാ ദിവസവും ഒട്ടുമിക്ക ദിവസങ്ങളിലും പത്രസമ്മേളനം നടത്താറുണ്ട്. പത്രസമ്മേളനം നടത്തും നല്ല കാര്യം തന്നെ. പക്ഷേ അദ്ദേഹം നടത്തുന്ന പത്രസമ്മേളനത്തെക്കാൾ കുഴി ഇന്ത്യയിലെ കേരളത്തിലെ ദേശീയപാതയിൽ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ 25% തുകയാണ് കേരളം നൽകിയത്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനവും തയ്യാറാകാത്ത കാര്യമാണിതെന്നും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ആ ദേശീയപാതയുടെ വികസനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കലിന് 5580 കോടി രൂപ സംസ്ഥാന സർക്കാർ അത് നൽകാൻ വേണ്ടി തീരുമാനിച്ചു. സർ, കോവിഡ് എന്ന മഹാമാരിയോ മറ്റോ തടസ്സങ്ങളില്ലെങ്കിൽ 2025 പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത് ഇവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് സർ. അതേസമയം കേന്ദ്രമന്ത്രിമാരെ പ്രകോപിപ്പിക്കാതെ കാര്യം പറയണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ദേശീയപാത വികസനം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതായി സൂചന. ഫോറൻസിക് പരിശോധനാ ഫലം ക്രൈംബ്രാഞ്ചിന് റിപ്പോർട്ട് വിചാരണ കോടതിയിൽ സമർപ്പിച്ചു. കേസ് ശനിയാഴ്ച പരിഗണിക്കും. വിവരങ്ങളുമായി സിബി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. സിബി, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് വരുന്നത്. അതായത് കോടതിയുടെ കൈവശം ഇരിക്കുമ്പോൾ ഈ ഫോറൻസിക് ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയെന്ന വലിയ ആരോപണം ഉയർന്നു വന്നിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ മെമ്മറി കാർഡ് പരിശോധിക്കണമെന്ന് വിചാരണ കോടതിയിൽ ആവശ്യപ്പെട്ടു. പക്ഷേ വിചാരണ കോടതി അത് പരിഗണിച്ചില്ല. ഒടുവിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഫോറൻസിക് പരിശോധനയ്ക്ക് മെമ്മറി കാർഡ് അയക്കുന്നത്. ഇപ്പോൾ ഹാഷ് വാല്യൂ മാറിയിരിക്കുന്നു എന്ന സൂചന വരുന്നു. അങ്ങനെയെങ്കിൽ അത് ഗൗരവതരമാണ്. കാരണം നീതിപീഠത്തിന്റെ പരിഗണനയിൽ ഇരിക്കുമ്പോൾ തന്നെ, അതിന്റെ കൈവശം ഇരിക്കുമ്പോൾ തന്നെ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരന്റെ സുരക്ഷ എവിടെ? നീതിപീഠത്തിന്റെ മുമ്പിലും സുരക്ഷയില്ലേ എന്ന വലിയ ചോദ്യം വരുന്നു. വളരെ വളരെ ഗൗരവതരമാണ്. തീർച്ചയായും മനു, ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ ഏറ്റവും സുപ്രധാനമായ തെളിവാണ് ഈ നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ്. ഈ മെമ്മറി കാർഡ് ഈ അന്വേഷണ ഘട്ടത്തിൽ, അതായത് 2017 മുതൽ ഈ 2022 വരെ ഏകദേശം 3 കോടതികളിലായിരുന്നു ഈ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നത്. ഒന്ന് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ, മറ്റൊന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ, ഇപ്പോൾ ഈ പ്രത്യേക വിചാരണ കോടതിയിലും. ഈ 3 കോടതികളിൽ എവിടെ വെച്ചാണ് ഈ ഒരു മെമ്മറി കാർഡ് തുറന്ന് പരിശോധിച്ചത്, അതായത് അനധികൃതമായി തുറന്ന് പരിശോധിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ സംശയത്തിന് നിലനിൽക്കുന്നത്. ഇതിൽ തിരുവനന്തപുരം ഫോറൻസിക് ലാബിലെ ജോയിൻറ്റ് ഡയറക്ടർ തന്നെയാണ് ഇത്തരത്തിൽ ഈ മെമ്മറി കാർഡ് തുറന്ന് പരിശോധിച്ചിട്ടുണ്ട് അനധികൃതമായി എന്നുള്ളൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. 2017 ഫെബ്രുവരി 18 ഈ മെമ്മറി കാർഡ് അവസാനമായി നിയമപരമായി തുറന്ന് പരിശോധിച്ചത്. പിന്നീട് 2018 നവംബർ 13 അതിനു മുൻപും ഇത് പലതവണ ഈ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് എന്നുള്ളൊരു വെളിപ്പെടുത്തലായിരുന്നു ഈ ഫോറൻസിക് ലാബിലെ ജോയിൻറ്റ് ഡയറക്ടർ വെളിപ്പെടുത്തിയത്. ഇതേ തുടർന്നാണ് വിചാരണ കോടതിയെ സമീപിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ ഇത് വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കണം, ഇതിൻ്റെ മെമ്മറി കാർഡ് ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ എന്നാണ് പരിശോധിച്ചത്, അത് ആരുടെ സ്വാധീനത്തിന് വഴിയാണ് ഇത് പരിശോധിച്ചത്, അങ്ങനെയെങ്കിൽ ആ കോടതിയിലെ ജീവനക്കാരടക്കം ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നീട് ഒരു ഹർജി നൽകിയത്. പക്ഷേ ഇത് വിചാരണ കോടതി നിഷേധിക്കുകയും പിന്നീട് ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതിയാണ് ഇത്തരത്തിലൊരു ഈ നിർദ്ദേശപ്രകാരം ഇത്തരത്തിൽ വീണ്ടും പരിശോധന നടത്തുന്നത്. എന്തായാലും ഇതിൽ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇത് വലിയൊരു അന്വേഷണത്തിലേക്ക് പോകേണ്ടി വരും. പ്രത്യേകിച്ച് 15-ാം തീയതിയാണ് ഇതിൻ്റെ ഈ തുടരന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട അവസാന തീയതി. 16-ാം തീയതിയാണ് ഈ കേസ് വീണ്ടും ഇത് പരിഗണനയ്ക്ക് വരുന്നത്. അന്ന് ഈ ഒരു ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് വിചാരണ കോടതിയിൽ ലഭിക്കുന്ന മുറയ്ക്ക് ഇത് പരിശോധിച്ച് ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് വലിയ രീതിയിലുള്ള ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് പോകേണ്ടി വരും. ഇത് ഈ കേസ് അന്വേഷണത്തിൽ ഒരു നിർണായകമാകും. മാത്രമല്ല വലിയ മാനങ്ങളിലേക്ക് കേസ് പോകും. ഇതിൽ ഈ 8-ാം പ്രതിയായ ദിലീപ് അടക്കമുള്ളവർ വലിയ സ്വാധീനമുള്ള ആളാണെന്നും എല്ലാം തന്നെയും പ്രോസിക്യൂഷൻ പലതവണ ആരോപണം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല 2018 ഫെബ്രുവരി 18 അവസാനമായി ഔദ്യോഗികമായി മെമ്മറി കാർഡ് പരിശോധിക്കപ്പെട്ടത്. അതിനുശേഷം ഈ മെമ്മറി കാർഡ് വീണ്ടും പരിശോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് വരുന്നതെങ്കിൽ, ഈ പരിശോധനയിൽ അത് ഏതൊക്കെ ഡേറ്റിലാണെന്ന് വ്യക്തമാവില്ലേ? ആ സമയത്ത് ഈ കാർഡ് ഏത് പരിധിയിൽ, ആരുടെ കൈവശമാണ്, അല്ലെങ്കിൽ ഏത് കോടതിയിലടക്കമാണ് ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരുത്താൻ കഴിയില്ലേ പരിശോധനയിൽ?
തീർച്ചയായും അതിലൊരു വ്യക്തത ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ടാകും. കാരണം ഇപ്പോൾ വിചാരണ കോടതിയിലേക്കാണ് ഈ റിപ്പോർട്ട് സീൽ വെച്ച കവർ നൽകിയിട്ടുള്ളത്. ഇത് പിന്നീട് ഇതിൻ്റെ പകർപ്പ് അന്വേഷണ സംഘത്തിന് ലഭിക്കും. അത് കോടതിയിൽ അപേക്ഷ വെച്ചാണ് ലഭിക്കുക. ഇന്നിപ്പോൾ വിചാരണ കോടതിയിൽ ആ ഒരു അപേക്ഷ നൽകും. ഇന്നലെ രാത്രി വൈകിയാണ് വിചാരണ കോടതിയിൽ ഈ റിപ്പോർട്ട് എത്തിയത്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഇന്ന് തന്നെ അന്വേഷണ സംഘം ആ ഒരു റിപ്പോർട്ടിൻ്റെ പകർപ്പിന് ലഭ്യമാകാൻ വേണ്ടി അപേക്ഷ നൽകും. എന്തായാലും നമുക്ക് ലഭിക്കുന്ന വിവരം, പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഇതിൻ്റെ ഹാഷ് വാല്യൂ മാറി എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായും ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടെങ്കിൽ ഇത് ഈ പരിശോധനാ ഫലത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഏത് തീയതിക്കാണ് ഇത് തുറന്നത്, ഇത് ഏത് കോടതിയിൽ ഇരിക്കുമ്പോഴാണ് തുറന്നത്, അങ്ങനെയെങ്കിൽ ആ കോടതിയിലെ ഉദ്യോഗസ്ഥർ അവിടുത്തെ ജീവനക്കാർ അടക്കമെല്ലാം തന്നെ ചോദ്യം ചെയ്യേണ്ടി വരും. സ്വാഭാവികമായും നീതിപീഠത്തിന്മേലുള്ള ഒരു കഴിനീളായി ഇത് മാറുകയും ചെയ്യും. എന്തായാലും ഈ നടിയെ ആക്രമിക്കേണ്ട സംഭവം കഴിഞ്ഞ 5 വർഷമായി നിരവധി കോടതികളിൽ ഇത്തരത്തിൽ നിരവധി ഹർജികൾ ഉൾപ്പെടെ എല്ലാം തന്നെയും വലിയ രീതിയിൽ ഇത് നിയമ നടപടിയുമായി പോകുന്ന ഒരു കേസ് തന്നെയാണ്. ഏറ്റവും ശ്രദ്ധേയമായ കേസ് തന്നെയാണ്. ആ ഒരു കേസിൽ ഏറ്റവും നിർണായകമായ തെളിവ് ഇത്തരത്തിൽ ഈ ഹാഷ് വാല്യൂ മാറുന്നടക്കമുള്ള തെളിവ് ഇത് കോടതിയിൽ വെച്ച് തന്നെ മിസ്യൂസ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ ഇത് കേസിൽ വലിയ ചർച്ചയാകുകയും വലിയ പ്രധാനപ്പെട്ട കാര്യം. കാരണം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോൾ, കോടതിയുടെ കൈവശം ഇരിക്കുമ്പോൾ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ മെമ്മറി കാർഡ് അനധികൃതമായി തുറന്ന് പരിശോധിച്ചിട്ടുണ്ട് എന്ന ആരോപണമായിരുന്നു ഉയർന്നു കേട്ടത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് വിചാരണ കോടതിയിൽ മെമ്മറി കാർഡ് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന നിലപാട് പ്രോസിക്യൂഷൻ സ്വീകരിച്ചത്. പക്ഷേ വിചാരണ കോടതി അതിന് അനുമതി നൽകിയില്ല. പിന്നീട് ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബ് അതിൽ പരിശോധന നടത്തുകയും ചെയ്തു. ഇപ്പോൾ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ കോടതിയുടെ കൈവശം ഇരിക്കുമ്പോൾ ഈ മെമ്മറി കാർഡ് തുറന്ന് പരിശോധിച്ചിട്ടുണ്ട് എന്ന ആരോപണം ശരിവെക്കുന്ന തരത്തിലേക്കുള്ള റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത് എന്ന സൂചനയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ശനിയാഴ്ച ഈ കേസ് കോടതി പരിഗണിക്കും. ഇപ്പോൾ കോടതിക്ക് ഈ റിപ്പോർട്ട് ഫോറൻസിക് ലാബിൽ നിന്ന് കൈമാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അന്വേഷണ സംഘം ഇന്ന് തന്നെ ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിക്കാനായി അപേക്ഷ നൽകുമെന്നുമാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. വളരെ വളരെ ഗൗരവതരമായ വിവരങ്ങളാണ് ഇപ്പോൾ പ്രാഥമികമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സിബിയാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കുളച്ചിലിൽ കണ്ടെത്തിയ മൃതദേഹം കിരണിൻ്റേതെന്ന് തിരിച്ചറിഞ്ഞതായി പ്രാഥമിക വിവരം. മൃതദേഹം ബന്ധുക്കളും തിരിച്ചറിഞ്ഞു. DNA പരിശോധന വേണ്ടിവരുമെന്ന് പോലീസ്. അഭിജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ്. അഭിജിത്ത്, ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട പെൺസുഹൃത്തിനെ കാണാനാണ് കിരൺ ഈ ആഴിമലയിലേക്ക് എത്തുന്നത്. പിന്നീട് അവിടെ മോശം സംഭവങ്ങൾ ഉണ്ടാവുകയും പിന്നീട് കിരണിനെ കാണാതാവുകയും ചെയ്തു എന്നൊക്കെയായിരുന്നു റിപ്പോർട്ടുകളും വാർത്തകളും ഒക്കെ പുറത്തു വന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിലെ കുളച്ചിലിൽ നിന്ന് ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. അത് കിരണിൻ്റേതാണ് എന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുകയാണ്. പക്ഷേ അതിൻ്റെ പൂർണ്ണമായൊരു ശാസ്ത്രീയമായ നിലപാട് ലഭിക്കണമെങ്കിൽ ഈ DNA പരിശോധന അടക്കം വേണം എന്ന ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. സമഗ്രമായ വിവരങ്ങൾ എന്താണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്? മനു, ഇന്ന് പുലർച്ചെയാണ് കുളച്ചൽ തീരത്ത് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇത് ആഴിമലയിൽ നിന്ന് കാണാതായ നരുവാമൂട് സ്വദേശി കിരണിന്റേതാണോ എന്ന് സംശയമുണ്ടായിരുന്നു. ഇക്കാര്യം സ്ഥിരീകരിക്കാനായി വിഴിഞ്ഞം പോലീസും കൂടാതെ കിരണിന്റെ ബന്ധുക്കളും കുളച്ചലിലെത്തിയിരുന്നു. തുടർന്നാണ് കിരണിന്റെ മൃതദേഹമാണ് എന്ന് പിതാവ് മൃതദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ചരടിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിഞ്ഞത്. മൃതദേഹം ചീഞ്ഞളിഞ്ഞ നിലയിലാണ് തീരത്ത് അടിഞ്ഞത്. ഇത് കണ്ടെത്തിയതിന് പിന്നാലെ കുളച്ചൽ പോലീസ് കടലിൽ കാണാതായവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് വിഴിഞ്ഞം പോലീസിനെയും വിവരം അറിയിച്ചത്. ആഴിമലയിൽ കടലിൽ കാണാതായ കിരണിനായി കഴിഞ്ഞ ദിവസങ്ങളിൽ തെരച്ചിൽ നടത്തിയിരുന്നെങ്കിലും കാണാൻ സാധിച്ചില്ല. സ്കൂബ ഡൈവേഴ്സ് അടക്കമുള്ളവർ ഇവിടെ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ മൃതദേഹം കണ്ടെത്താനായിരുന്നില്ല. കിരൺ ഇതിനോട് പ്രതികരിച്ച കിരണിന്റെ പിതാവ് പറഞ്ഞത് കിരൺ ആത്മഹത്യ ചെയ്യില്ലെന്നും അപായപ്പെടുത്തിയതാണെന്നുമാണ് പിതാവ് ഇപ്പോൾ ആരോപിക്കുന്നത്. കൂടാതെ കിരണ് വെള്ളം പേടിയായിരുന്നു. കിരൺ കടലിൽ ചാടില്ല. ഈ കാണാതായ സ്ഥലം പരിശോധിക്കുമ്പോൾ കാലുവഴുതിയ വീണതാവാനും സാധ്യതയില്ലെന്ന് പിതാവ് പറഞ്ഞു. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇതിനുള്ളിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണം എന്ന രീതിയിലാണ് ഇപ്പോൾ ബന്ധുക്കൾ പ്രതികരിക്കുന്നത്. തന്നെ എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് കണ്ടെത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. മൃതദേഹം കിരണിന്റേതാണെന്ന് സ്ഥിരീകരിക്കാൻ DNA അടക്കമുള്ള ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തിയതിനു ശേഷം മാത്രമേ ഈ മൃതദേഹം കേരള പോലീസിനെ കൈമാറുകയുള്ളൂ എന്ന് തമിഴ്നാട് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അഭിജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കുളച്ചിലിൽ കണ്ടെത്തിയ മൃതദേഹം തിരുവനന്തപുരത്ത് ആഴിമലയിൽ നിന്ന് കാണാതായ കിരണിൻ്റേതാണ് എന്ന സ്ഥിരീകരണത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എങ്കിൽ പോലും ഒരു ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി ഇതിൽ ലഭ്യമാകേണ്ടതുണ്ട്. DNA പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ഇതിലൊരു വ്യക്തതയ്ക്ക് വേണ്ടി നടത്തണം എന്നാണ് ഇപ്പോൾ പോലീസ് ഈ നിമിഷത്തിൽ പോലീസിന്റെ ഒരു നിഗമനം.
പാലക്കാട് അട്ടപ്പാടിയിൽ ആദിവാസി ഭൂമി കയ്യേറിയ കേസിൽ HRDS പ്രതിസന്ധിയിൽ. സെക്രട്ടറി അജികൃഷ്ണൻ അറസ്റ്റിലായതോടെ HRDS അട്ടപ്പാടിയിൽ നടത്തിയ ഭൂമി കയ്യേറ്റങ്ങളുടെ ചുരുളുകളാണ് അഴിയുന്നത്. അജികൃഷ്ണനെ കൂടാതെ HRDSിലെ ഉന്നതാധികൃതരും കേസിൽ പ്രതികളാണ്. ഷോളയൂർ പഞ്ചായത്തിലെ വട്ടലക്കിയിൽ 56 ഏക്കർ ഭൂമിയാണ് HRDSിന്റെ കൈവശമുള്ളത്. ഇതിൽ 16 ഏക്കർ ആദിവാസികളുടെ കമ്മ്യൂണൽ ലാൻഡാണ്. ഇവിടെ കുടിൽ കെട്ടി താമസിച്ചവരെയാണ് അജികൃഷ്ണനും സംഘവും കുടിയൊഴിപ്പിച്ചത്. ആദിവാസി കുടിലുകൾ തീവച്ച് നശിപ്പിച്ചു, മാരകായുധങ്ങളുമായെത്തി ഭീഷണിപ്പെടുത്തി, ജാതി അധിക്ഷേപം നടത്തി തുടങ്ങിയ പരാതികളിലാണ് ഷോളയൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. 1-ാം പ്രതിയാണ് അജികൃഷ്ണൻ. പ്രസിഡന്റ് ഗുരു ആത്മനമ്പി, പ്രൊജക്ട് കോർഡിനേറ്റർ ജോയ് മാത്യു, CV വിവേകാനന്ദൻ, വേണുഗോപാൽ, കൊട്ടാരക്കര വിയ്യന്നൂർ അനീഷ്, കണ്ടാലറിയാവുന്ന മറ്റൊരാൾ എന്നിവരാണ് മറ്റു പ്രതികൾ. IPCയിലെ വിവിധ വകുപ്പുകളും SC/ST ആക്ടിലെ വകുപ്പുകളുമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. സമാന പരാതികളുണ്ടെന്നും കൂട്ടുപ്രതികളുടെ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ടെന്നും കാണിച്ചാണ് അജികൃഷ്ണന്റെ ജാമ്യാപേക്ഷ തള്ളി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. താമസയോഗ്യമല്ലാത്ത വീടുകൾ നിർമ്മിച്ചു നൽകിയതിൽ അന്വേഷണം തുടരുന്നതിനിടെയാണ് HRDS അധികൃതർ മറ്റൊരു കേസിൽ പ്രതികളായത്. കൈരളി ന്യൂസ്, പാലക്കാട്. പാലക്കാട് അട്ടപ്പാടിയിൽ ആദിവാസി ഭൂമി കയ്യേറിയ കേസിൽ HRDS സെക്രട്ടറി അജികൃഷ്ണന്റെ ജാമ്യാപേക്ഷ ഇന്ന് വീണ്ടും പരിഗണിക്കും. മണ്ണാർക്കാട് SC/ST കോടതിയിലാണ് കേസ്. ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയ അജികൃഷ്ണനെ ഒരു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ജനരോഷമടങ്ങാതെ ലങ്ക. രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമായി തുടരുന്ന ശ്രീലങ്കയിൽ നാടകീയ സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ആക്ടിംഗ് പ്രസിഡന്റായി ചുമതലയേറ്റ റെനിൽ വിക്രമസിംഗെ രാജിവെക്കാതെ പ്രസിഡന്റ് ഗോതബയ രാജപക്സെ രാജ്യം വിട്ട സാഹചര്യത്തിലാണ് പുതിയ നടപടി. സഹോദരനും മുൻ ധനമന്ത്രിയുമായ ബേസിൽ രാജപക്സെയും രാജ്യം വിട്ടിരുന്നു. വിവരങ്ങളുമായി സിദ്ധാർത്ഥ് ചേരുകയാണ്. സിദ്ധാർത്ഥ്, നാടകീയ സംഭവ വികാസങ്ങൾക്ക് വീണ്ടും ശ്രീലങ്ക സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആക്ടിംഗ് പ്രസിഡന്റായി സ്ഥാനമേറ്റ റെനിൽ വിക്രമസിംഗെ വലിയ പ്രതിഷേധങ്ങളിലേക്ക് ജനക്കൂട്ടം എത്തുന്നു. കഴിഞ്ഞ ദിവസം കണ്ട തുടർച്ചയായി പാർലമെന്റ് മന്ദിരത്തിലേക്ക് അടക്കം ജനം ഇരച്ചു കയറുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് ഈ നിമിഷം ശ്രീലങ്കയിൽ സംഭവിക്കുന്നത്? തീർച്ചയായും, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സാധാരണയായി ഒരു പ്രസിഡന്റാണ് ഒരു രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാറുള്ളത്. പക്ഷേ പ്രധാനമന്ത്രി ഗോതബയ രാജ്യം വിട്ട സാഹചര്യത്തിൽ, പ്രസിഡന്റ് രാജ്യം വിട്ട സാഹചര്യത്തിൽ, രാജിവെക്കാതെ രാജ്യം വിട്ട സാഹചര്യത്തിൽ ആക്ടിംഗ് പ്രസിഡന്റായി സ്വയം അവരോധിക്കുകയും രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് നേരത്തെ പ്രധാനമന്ത്രിയായിരുന്ന, അല്ലെങ്കിൽ കുറച്ച് നേരം മുമ്പ് പ്രധാനമന്ത്രിയായിരുന്ന റെനിൽ വിക്രമസിംഗെ. റെനിൽ വിക്രമസിംഗെ പ്രധാനമായും ഇതിൽ വായിക്കേണ്ടത്, ഒരു രാജ്യത്തെ, ശ്രീലങ്ക എന്ന രാജ്യത്തെ ഭരണഘടനാ പ്രകാരം ആ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലവൻ, ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ അധികാരി പ്രസിഡന്റാണ്. അതിനുശേഷം പ്രധാനമന്ത്രിയും അതിനുശേഷം മാത്രം സ്പീക്കറും, പാർലമെൻറ്റിലെ സ്പീക്കറും. അപ്പോൾ ഏറ്റവും പ്രധാനമായും രാജിവെക്കാതെ രാജ്യം വിടുന്ന ഒരു പ്രസിഡന്റ്, ആ രാജ്യം വിടുമ്പോൾ അത്തരത്തിൽ ഒരു പ്രസിഡന്റ് ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ആക്ടിംഗ് പ്രസിഡന്റായി, പ്രധാനമന്ത്രിക്ക് ആക്ടിംഗ് പ്രസിഡന്റായി മാറാൻ കഴിയുന്നത്. എന്നാൽ ഇവർ രണ്ടുപേരും, അതായത് റെനിൽ വിക്രമസിംഗെ, ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇപ്പോൾ ആക്ടിംഗ് പ്രസിഡന്റായി മാറിയ റെനിൽ വിക്രമസിംഗെയും ഗോതബയ രാജപക്സെയും രാജി പ്രഖ്യാപിച്ചതാണ്. അതായത് രാജിവെക്കുമെന്ന് ജനങ്ങളോട് വാക്ക് നൽകിയതാണ്. പക്ഷേ രാജിവെക്കാതെ രാജ്യം വിടുകയാണ് ഗോതബയ ഉണ്ടായത്. ഇപ്പോൾ രാജി പ്രഖ്യാപിച്ച, അല്ലെങ്കിൽ രാജിവെക്കുമെന്ന് ജനങ്ങളോട് ഉറപ്പ് നൽകിയ റെനിൽ വിക്രമസിംഗെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ആക്ടിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, അതായത് ഒരു മാസത്തോളം കാലം അദ്ദേഹത്തിന് ആക്ടിംഗ് പ്രസിഡന്റ് ആയി പ്രസിഡന്റ് കസേരയിൽ ഇരിക്കാൻ കഴിയും. ഏതായാലും ശ്രീലങ്കയുടെ ഭരണഘടന പ്രകാരം ഒരു മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതായത് ഇത്തരത്തിലൊരു രാഷ്ട്രീയ സംഭവവികാസം ഉണ്ടാകുമ്പോൾ കൃത്യമായി ഒരു മാസത്തിനകം പാർലമെൻറ്റിൽ ഒരു പ്രസിഡന്റിനെ തീരുമാനിക്കേണ്ടതുണ്ട്. അത് ഇടക്കാല പ്രസിഡന്റായിരിക്കും. അദ്ദേഹത്തിന് 5 വർഷത്തെ ടെന്യൂർ കിട്ടില്ല, 5 വർഷത്തെ കാലാവധി ലഭിക്കില്ല. പിന്നീട് തെരഞ്ഞെടുപ്പ് വരേണ്ട, അതായത് 2024 അടുത്ത തെരഞ്ഞെടുപ്പ് ശ്രീലങ്കയിൽ വരേണ്ടത്, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. 2024 വരെ പുതിയ ഇടക്കാല പ്രസിഡന്റായി തുടരാൻ കഴിയും. അപ്പോൾ ഇവർ രണ്ടുപേരും രാജി പ്രഖ്യാപിച്ചിരുന്ന സാഹചര്യത്തിൽ, അതായത് റെനിൽ വിക്രമസിംഗെയും ഗോതബയെയും രാജി പ്രഖ്യാപിച്ചിരുന്ന സാഹചര്യത്തിൽ പിന്നീട് ആക്ടിംഗ് പ്രസിഡന്റായി ഒരു മാസത്തോളം ഇരിക്കാൻ വേണ്ടി സാഹചര്യം ഉണ്ടായിരുന്നത് മഹിന്ദയാപ്പ അഭിവർദ്ധനയ്ക്കായിരുന്നു, അതായത് ആ രാജ്യത്തിൻ്റെ സ്പീക്കർക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്പീക്കർക്ക് ആ കസേര കിട്ടാതിരിക്കുന്നു. രാജി പ്രഖ്യാപിച്ച, പ്രധാനമന്ത്രി കസേരയിൽ നിന്ന് രാജിവെക്കാമെന്ന് വാഗ്ദാനം നൽകിയ
റെനിൽ വിക്രമസിംഗെ പ്രസിഡന്റായി, ആക്ടിംഗ് പ്രസിഡന്റായി 1 മാസ കാലയളവിൽ, അതായത് 1 മാസത്തേക്ക് ഇനി വലിയ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ, ഈ സമരങ്ങൾ തെരുവിൽ അണിനിരക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. സമരം കൊണ്ട് രാജിവെപ്പിക്കാൻ, റെനിൽ വിക്രമസിംഗെ രാജിവെപ്പിക്കാൻ കഴിയുമെങ്കിൽ ജനങ്ങൾക്ക് അതിൽ ആശ്വസിക്കാം. പക്ഷേ 1 മാസത്തോളം കാലം നിയമപരമായി റെനിൽ വിക്രമസിംഗെക്ക് ആക്ടിംഗ് പ്രസിഡന്റായി തുടരാൻ കഴിയും. ശരി, സിദ്ധാർത്ഥ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ശ്രീലങ്കയിൽ വീണ്ടും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആക്ടിംഗ് പ്രസിഡന്റായി ചുമതലയേറ്റ ഈ കഴിഞ്ഞ ദിവസം വരെ പ്രധാനമന്ത്രിയായിരുന്ന റെനിൽ വിക്രമസിംഗെ വലിയ പ്രതിഷേധം ജനം മുന്നോട്ട് വയ്ക്കുന്നു. പാർലമെന്റ് മന്ദിരത്തിലേക്ക് അടക്കം ജനക്കൂട്ടം ഇടിച്ചു കയറുന്നു. സൈന്യം പ്രധാനമന്ത്രിയുടെ ഓഫീസിന്, പ്രസിഡന്റ് ഓഫീസിന് ഇപ്പോൾ സുരക്ഷ നൽകുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എത്ര സമയത്തേക്കാകും എന്ന വലിയ ചോദ്യം ശ്രീലങ്കയുടെ കഴിഞ്ഞ ദിവസത്തെ സംഭവവികാസങ്ങളിൽ നിന്ന് ഈ നിമിഷം ഉയർന്നു വരികയാണ്. ഇടവേളയിലേക്ക്. തിരികെ വാർത്തകളിലേക്ക്. ഗുജറാത്ത് കലാപക്കേസിലെ സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ എടുത്ത പുതിയ കേസിൽ ജയിലിൽ കഴിയുന്ന മുൻ IPS ഓഫീസർ സഞ്ജീവ് ഭട്ട അറസ്റ്റിൽ. ഗുജറാത്ത് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തത്. 2002 ഗുജറാത്ത് കലാപക്കേസിൽ നിരപരാധികളെ പ്രതിയാക്കിയെന്നാണ് സഞ്ജീവ് ഭട്ടിനെതിരായ പോലീസിന്റെ ആരോപണം. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടാണ് മുൻ IPS ഉദ്യോഗസ്ഥൻ സഞ്ജീവ് ഭട്ടിനെ ജയിലിലെത്തി ഗുജറാത്ത് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. നിരപരാധികളെ കലാപക്കേസിൽ കുടുക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിലാണ് അറസ്റ്റ്. 27 വർഷം മുമ്പുള്ള കേസിൽ 2018 മുതൽ പാലൻപൂർ ജയിലിൽ സഞ്ജയ് ഭട്ട് തടവിലാണ്. ട്രാൻസ്ഫർ വാറന്റിൽ സഞ്ജയ് ഭട്ടിനെ പാലൻപൂർ ജയിലിൽ നിന്ന് അറസ്റ്റ് ചെയ്തുവെന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ ചൈതന്യ മാണ്ഡലിക് പറഞ്ഞു. കഴിഞ്ഞ മാസമാണ് ഗുജറാത്ത് കലാപത്തിൽ വ്യാജ തെളിവുണ്ടാക്കിയെന്ന കേസിൽ അന്വേഷണം നടത്താൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. ടീസ സെതൽവാദ്, RB ശ്രീകുമാർ എന്നിവർക്ക് ശേഷം ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ അറസ്റ്റിലാകുന്ന 3ാമത്തെ ആളാണ് സഞ്ജീവ് ഭട്ട്. ഗുജറാത്ത് കലാപക്കേസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ലീൻ ചീറ്റ് നൽകിയ വിധിയിൽ സെതൽവാദിന്റെ ഇടപെടലുകളെ സുപ്രീം കോടതി വിമർശിക്കുകയും ആഭ്യന്തരമന്ത്രി അമിത്ഷാ രൂക്ഷമായി ആരോപണം ഉന്നയിക്കുകയും ചെയ്തതിന് പിന്നാലെയായിരുന്നു ടീസയുടെയും ശ്രീകുമാറിന്റെയും അറസ്റ്റ്. IPC സെക്ഷൻ 468, 471 വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് FIR തയ്യാറാക്കിയിരിക്കുന്നത്. കൈരളി ന്യൂസ്, ദില്ലി. പ്രവാചക നിന്ദ പരാമർശത്തിനെതിരായ പ്രതിഷേധങ്ങൾക്കിടെയുണ്ടായ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിലെ പ്രതികളുടെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയ UP സർക്കാർ നടപടി ചോദ്യം ചെയ്ത് ജമാഅത്തുൽ ഉലമ ഹിന്ദ് നൽകിയ ഹർജി സുപ്രീം കോടതി ഓഗസ്റ്റ് 10 വീണ്ടും പരിഗണിക്കും. ദില്ലിയിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും അനധികൃത കെട്ടിടങ്ങൾ ഉണ്ടെന്നും എന്നാൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ കെട്ടിടങ്ങൾ മാത്രമാണ് തകർക്കുന്നതെന്നും വാദിഭാഗം അഭിഭാഷകർ വാദിച്ചു. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ BR ഗവായ്, PS നരസിംഹ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ ഹർജി അടുത്ത വെള്ളിയാഴ്ച പരിഗണിക്കാൻ മാറ്റി. മെമ്മറി കാർഡ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചതിന്റെ ഫലം വന്നതായി മാധ്യമങ്ങളിൽ നിന്നും അറിഞ്ഞു. കോപ്പി കിട്ടിയിട്ടില്ലെന്നും അതിജീവിത കോടതി അറിയിച്ചു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, അതിജീവിതയുടെ ഹർജി, അതായത് കേസ് അട്ടിമറിക്കുന്നു, അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഹർജി സമർപ്പിച്ചിരുന്നത്. സർക്കാർ ഈ വിഷയത്തിൽ നേരത്തെ കോടതിയിൽ നിലപാട് അറിയിക്കുകയും ചെയ്തതാണ്. ഇന്നിപ്പോൾ വീണ്ടും ഇത് പരിഗണനയ്ക്ക് വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? അതായത് ഇന്ന് പരിഗണനയ്ക്ക് വന്നപ്പോൾ പഴയ ഭാഗങ്ങൾ ഈ അതിജീവിതയുടെ അഭിഭാഷക വീണ്ടും ആവർത്തിച്ചു. കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്, രാഷ്ട്രീയ ഇടപെടലുണ്ട് എന്നൊക്കെ പറഞ്ഞു. കോടതി ചൂണ്ടിക്കാട്ടിയൊരു കാര്യം, നിങ്ങൾ ഉന്നയിക്കുന്നത് വളരെ ഗൗരവമുള്ള ആരോപണമാണ്. അങ്ങനെ ഉന്നയിക്കുമ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടു കൂടി വേണം അത്ര ആരോപണം ഉന്നയിക്കാൻ. ഇനി ഏതായാലും കോടതി ആരോപണം വന്ന സ്ഥിതിക്ക് പരിശോധിക്കാം. അതിനിടയിൽ അതിജീവിതയുടെ അഭിഭാഷക പറഞ്ഞൊരു കാര്യം, ഈ മെമ്മറി കാർഡിന്റെ ഫോറൻസിക് പരിശോധന ഫലം വന്നത് സംബന്ധിച്ച് ചില വാർത്ത മാധ്യമങ്ങളിലുണ്ട്. അതിൽ പറയുന്നത് ഹാഷ് വാല്യൂ മാറി എന്നാണ്. അതിൽ കോടതിയുടെ നിലപാട് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞു അത് വേറെ ഹർജിയാണ്. ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത് ഇനി സമർപ്പിച്ച ഹർജിയാണ്. മറ്റൊരു ഹർജി, അത് പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഹർജി കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതാണ്. അതും ഇതും തമ്മിൽ കൂട്ടിക്കുറയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു. അപ്പൊ ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രണ്ടും കൂടി കൂട്ടിക്കുറയ്ക്കാൻ കോടതി തയ്യാറല്ല. കോടതി പറഞ്ഞാൽ നിങ്ങൾ ഉന്നയിച്ച ആക്ഷേപം ശ്രദ്ധിച്ച് വേണമെങ്കിൽ പരിശോധിക്കാം, അത് നമുക്ക് വേണമെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ആ കേസ് കേസ് ചെയ്യാം എന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിക്കുകയായിരുന്നു. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ മെമ്മറി കാർഡിന്റെ ഫോറൻസിക് പരിശോധനകളുമായി ബന്ധപ്പെട്ട ഒരു വാദം ഇന്ന് കോടതിയിൽ നടന്നിട്ടില്ല. ഇന്ന് നടന്നത് ഈ അതിജീവിതം ഉന്നയിച്ച ആക്ഷേപം സംബന്ധിച്ച് പ്രാഥമികമായ വാദം മാത്രമാണ്. അത് വേണമെങ്കിൽ കേൾക്കാമെന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച വാദത്തിനായി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ശരി, സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ട പ്രതിയായ പൾസർ സുനി നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. വിചാരണ നടപടികൾ വൈകാൻ സാധ്യതയുള്ളതിനാൽ ജാമ്യം നൽകണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പൾസർ സുനി സുപ്രീം കോടതിയെ സമീപിച്ചത്. 5 വർഷമായി വിചാരണ തടവുകാരനായി കഴിയുന്നതിനാൽ ജാമ്യം നൽകണമെന്നാണ് ആവശ്യം. ഇടവേളയിലേക്ക്.